ഹായ്. പുറത്തേക്ക് പഠിക്കാൻ നോക്കുന്ന സ്റ്റുഡൻസ് നാട്ടിൽ എന്തെങ്കിലും ഒരു ക്രാഷ് കോഴ്സോ ഡിപ്ലോമ കോഴ്സോ ചെയ്തിട്ട് പുറത്ത് പോയാൽ അവർക്ക് അതിൻ്റെ ബേസിൽ അവിടെ പാർട്ട് ടൈം കിട്ടാനോ അല്ലെങ്കിൽ ജോലി ഫ്യൂച്ചറിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കിട്ടാനും എളുപ്പമാണോ എന്ന് ചോദിക്കുന്ന പല പേരൻസിനും ഒരു ഉത്തരവാണിത്. ബേസിക്കലി നമ്മുടെ നാട്ടിൽ ഒന്നല്ലെങ്കിൽ 12th കഴിഞ്ഞിട്ടായിരിക്കും സ്റ്റുഡൻസ് പുറത്തോട്ട് പോകാൻ നോക്കുന്നത്, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ടായിരിക്കും മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് പോകുന്നത്. ഇനി മാസ്റ്റേഴ്സ് കഴിഞ്ഞ് PhD പോകുന്ന സ്റ്റുഡൻസും ഉണ്ട്. ഈ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് PhDക്ക് പോകുന്ന സ്റ്റുഡൻസ് ബേസിക്കലി റിസർച്ച് പ്രോഗ്രാമിന് തന്നെ പോകുന്നതുകൊണ്ടും അവർ അവിടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ റിസർച്ചിന് പോകുന്നത് കൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകിച്ച് ഒരു ക്രാഷ് കോഴ്സോ കാര്യങ്ങളോ ചെയ്താലും അതിൽ കൂടുതൽ അവർക്ക് ഹെൽപ്ഫുൾ ആവുക അവരുടെ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സിൽ അവരുടെ ബാക്കിയുള്ള ഫർദർ ഫ്യൂച്ചർ പാർട്ട് ടൈമും കാര്യങ്ങളൊക്കെ നോക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ PhD പ്രോഗ്രാമിന് അതും 3.5 year PhD പ്രോഗ്രാം ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസിന് ആക്ച്വലി പാർട്ട് ടൈമിനെ കുറിച്ച് ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് ഓൾറെഡി 40 hours അവിടെ വർക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് അവർക്കുണ്ട്. കാരണം ഒരു റിസർച്ച് ബേസ്ഡ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ അവർക്ക് വേറെ പ്രത്യേകിച്ച് ഒരു പാർട്ട് ടൈം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് നോർമലി ആരും വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ അവർക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റും. സെക്കൻഡ് തിങ്, 12th കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് ബേസിക്കലി എല്ലാ രാജ്യങ്ങളിലും 2 to 3 year കോഴ്സിനായിരിക്കും ചൂസ് ചെയ്യുക. അപ്പോൾ അവർക്ക് വർക്ക് സ്കില്ല് ആക്ച്വലി ഗെയിൻ ചെയ്യാനുള്ള ഒരു ഡ്യൂറേഷൻ ഇല്ല ആ ഒരു 12th കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രൈ ചെയ്യുന്ന സമയത്ത്. ഇനി അവർ ഇവിടെ ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്തിട്ടാണ് ട്രൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്താണ് ഒരു ഇഷ്യൂ സംഭവിക്കാൻ സാധ്യതയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഒരു ക്രാഷ് കോഴ്സ് എടുക്കാനും അതിനുശേഷം അതിനകത്തൊരു വർക്ക് എക്സ്പീരിയൻസ് എടുക്കാനും കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നോർമലി ഇവരുടെ അഡ്മിഷൻസ് ലേറ്റ് ആവുകയാണ് ഇതിലൊരു പ്രോബ്ലം വരിക. കാരണം 12th കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഡിഗ്രി പ്രോഗ്രാമിനോ അല്ലെങ്കിൽ 2 year ഡിപ്ലോമ പ്രോഗ്രാമിനോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാക്സിമം ഓഫ് 1 year ഗ്യാപ്പാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ ഈ ഒരുപാട് ഇവിടെ എക്സ്പീരിയൻസ് കാണിക്കാൻ അവർ ടൈം സ്പെൻഡ് ചെയ്താൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിപ്ലോമ പഠിക്കാൻ നിന്നാൽ പിന്നെ അതും ഒരു ജസ്റ്റിഫിക്കേഷൻ ആയിട്ട് പോകാനേ സാധ്യതയുള്ളൂ. അപ്പോൾ ചിലപ്പോൾ അവർ എടുക്കാൻ ഉദ്ദേശിച്ച കോഴ്സിന് റിലേറ്റഡ് ആയിട്ടുള്ളത് ചിലപ്പോൾ ഈ 1 year കൂടുതലാണ് ഇവർ അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് ആയിരിക്കും ചിലപ്പോൾ ഇവർക്ക് എടുക്കാൻ പോസിബിലിറ്റി ഉണ്ടാവുകയുള്ളൂ. ഇനി ഡിഗ്രി കഴിഞ്ഞിട്ടാണ് അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ബേസിക്കലി ഇവർ പഠിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്തു എന്ന് ഒരു സർട്ടിഫിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്. ഓഫ് കോഴ്സ് നമ്മളെപ്പോഴും മറ്റൊരു സ്കില്ല് നമുക്ക് ഉള്ളത് നമ്മളെപ്പോഴും ഹെൽപ്പ് ചെയ്യും. പക്ഷേ കുറെ കൂടി നല്ലൊരു കാര്യം ഇവർ ഈ സ്കില്ലിനൊപ്പം ഇതിന് എന്തെങ്കിലും ഒരു വർക്ക് എക്സ്പീരിയൻസ് മിനിമം ഒരു 6 months to 1 year വർക്ക് എക്സ്പീരിയൻസ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതായിരിക്കാം ആക്ച്വലി ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള ഒരു കാര്യം. പാർട്ട് ടൈമാണ് എപ്പോഴും കൺസേൺ ആയിട്ട് വരാറുള്ളത്. ഈ പാർട്ട് ടൈം കൺസേൺ ആകുന്നത് കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, നമ്മൾ അവിടെ എത്തിക്കഴിയുമ്പോൾ പൊതുവേ ഇവർക്ക് പാർട്ട് ടൈം കിട്ടാൻ പോസിബിലിറ്റി ഉള്ളത് ഇമ്മീഡിയറ്റ് ആയിട്ട് പാർട്ട് ടൈം കിട്ടാൻ പോസിബിലിറ്റി ഉള്ളത് എപ്പോഴും ചെറിയ റെസ്റ്റോറൻറ്റുകളിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിലോ ഒക്കെ ആയിരിക്കും ഇവരുടെ എല്ലാവരുടെയും ഇനീഷ്യൽ ഡേയ്സ് സ്റ്റാർട്ട് ആവുന്നത്. ഇവിടുത്തെ ഒരു ഡിപ്ലോമ വെച്ചിട്ട് അതിൻ്റെ ബേസിൽ അവിടെ വർക്ക് വിസ കിട്ടാനുള്ള പോസിബിലിറ്റി വളരെ കുറവായിരിക്കും. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ അവിടെ കിട്ടുന്ന പാർട്ട് ടൈം അല്ലെങ്കിൽ ഇവർ എന്ത് പ്രൊഫഷനിലോട്ട് പോകാൻ തീരുമാനിക്കുന്നു ആ പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിപ്ലോമ ക്രാഷ് കോഴ്സുകൾ അല്ലെങ്കിൽ 2 months 3 months 6 months ക്രാഷ് കോഴ്സുകൾ അവിടെ ചെയ്തിട്ട് ആ സർട്ടിഫിക്കറ്റ് അവിടെ നിങ്ങളുടെ വർക്ക് വിസയ്ക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിലായിരിക്കും നിങ്ങൾക്ക് വർക്ക് വിസ കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ചെയ്യണ്ട എന്ന് ഞാൻ പറയില്ല ഒരിക്കലും. പക്ഷേ ഇവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോകുന്ന ആ ഒരു ഡിപ്ലോമയ്ക്ക് അവിടെ ചെല്ലുമ്പോൾ അവർക്ക് അതിൻ്റെ ബേസിൽ വർക്ക് കിട്ടാനുള്ള പോസിബിലിറ്റീസ് വളരെ കുറവാണ്. എടുക്കണ്ട എന്ന് ഒരിക്കലും പറയില്ല. ഓഫ് കോഴ്സ് എടുക്കാം അതിൻ്റെ പേരിൽ. പക്ഷേ കുറച്ച് വർക്ക് എക്സ്പീരിയൻസും കൂടെ ആയതിനു ശേഷം ട്രൈ ചെയ്യുന്നതായിരിക്കും കുറേ കൂടി അഡ്വൈസബിൾ. സോ സ്റ്റഡി അബ്രോഡ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട്സിനും ഞങ്ങളെ കോൾ ചെയ്യുക.
മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.